ബിഗ് ബോസിൽ വെച്ചിട്ട് ലാലേട്ടനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഷ് ഫാമിലി. ഇന്നത്തെ ഭയങ്കര അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു വളരെ 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 സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് നമ്മുടെ സുഷ് ഫാമിലിയിലേക്ക് വരികയാണ് അല്ലേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരുന്നത്. ആള് എല്ലാ മേഖലയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരാളും കൂടെയാണ്. പുള്ളി ഫിലോസഫറാണ്, അതുപോലെ തന്നെ നല്ലൊരു ആക്ടറാണ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, ഒരു നല്ല ടീച്ചറാണ്. പറഞ്ഞ തീരില്ല ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. അത്രയ്ക്കും എന്താ പറയാ, എല്ലാ മേഖലയിലും കൈവയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. ഒരു സകലകല വല്ലഭൻ എന്ന് തന്നെ വേണം നമ്മൾ ഇദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഒത്തിരി പറഞ്ഞ് നമ്മൾ അങ്ങ് എന്താ പറയാ, നിങ്ങളെ അങ്ങ് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല. നമുക്ക് വേഗം തന്നെ അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ സുഷ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, സുഷ് ഫാമിലിയിലെ എൻ്റെ സുന്ദരനും സുന്ദരിക്കും നമസ്കാരം. ബാ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി സാറിനെ നമ്മുടെ സുഷ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. വി വെൽക്കം യു സർ. വളരെ സന്തോഷം. ഇന്ന് ക്രിസ്മസ് ദിനം, ദെൻ ന്യൂ ഇയർ ആവുന്നു. ഈ എന്താ പറയുക, ഒരുപാട് ബഹുമാനത്തോടെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചുറ്റും ഒരു എന്തോ വലിയൊരു സാധനമൊക്കെ വന്ന് കയറും. അങ്ങനെ വലിയ ബഹുമാനമൊന്നും വേണ്ട. ഞാൻ വളരെ കാഷ്വലാണ്, എല്ലാവരുമായിട്ടും ജനറലി സിമ്പിളായിട്ട് പോകുന്ന ഒരാൾ. ഒരുപാട് ടെൻഷൻ കാരണം എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം വേറെ പല പല രൂപത്തിലാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും. നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. സുഷ് ഫാമിലി ഇടിവെട്ട ഭാര്യയും ഭർത്താവും കൂടെ അടിച്ച് പൊളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സജിന ഫിറോസിനെ, നമ്മുടെ ബിഗ് ബോസ് സജിനയും ഫിറോസിനെയും പറയുന്ന പോലെ നല്ലൊരു കപ്പിൾസ് ആണ്. നിങ്ങളുടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോസ് കാണുന്നുണ്ട്. കുഞ്ഞവിടെ പോയി? കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് അമ്മമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. നമ്മളിപ്പോ കുമരകത്ത് അല്ലേ? കുമരകത്താണ് സർ. ഇത് കുമരകത്തെ ഒരു റിസോർട്ടിലാണ്, തറവാട് റിസോർട്ടിലാണ്. തറവാട് എന്ന് പറയുന്ന അടിപൊളി റിസോർട്ട്. അതൊക്കെ ഒരു കാണിച്ചു തരും. കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി, അതിനോടൊപ്പം തന്നെ ഭയങ്കര സുന്ദരിയാണ്, സുന്ദരനാണ്. ഭർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. ക്യാമറയുടെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് പുള്ളി തുള്ളിച്ചാടുകയാണ്. എന്തായാലും നല്ലൊരു കപ്പിൾസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഞാൻ എല്ലാം കണ്ടു, മിക്കവാറും ഉള്ള എല്ലാം കാണുന്നുണ്ട്. അതിലെനിക്ക് കുറച്ച് കാര്യം അങ്ങോട്ട് പറയാനുണ്ട്, വരും സമയം പറയാം. ഓക്കെ സാർ. അപ്പോൾ സാറിൻ്റെ കുറച്ച് ന്യൂ ഇയർ വിശേഷങ്ങളും അതുപോലെ തന്നെ സാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് കാണാൻ ഓഡിയൻസിന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനിന്ന് സാറിനോട് ചോദിക്കാൻ പോകുന്നത്. എന്ത് വേണോ ചോദിക്കുക, യാതൊരു സംശയമില്ല. ലോകത്തുള്ള എന്ത് ചോദ്യം ചോദിക്കുക. എനിക്ക് അറിഞ്ഞുകൂടാത്താണെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയുന്നതിന് എനിക്ക് ഒരു മടിയും ഇല്ല. പിന്നെ പഴയതുപോലെ എല്ലാം ചിലപ്പോൾ അങ്ങ് വിളിച്ച് പറഞ്ഞു എന്നില്ല. കാരണം ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത ചില സംഗതി ഉണ്ടാകും, അത് ഊഹിച്ച് മനസ്സിലായി അങ്ങനെയൊക്കെ ഉള്ള സംഗതികളാണ്. പക്ഷെ ഒരു കാര്യം, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത കുറേ നാളുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബിനും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല. കുറഞ്ഞത് 6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പറയുന്നതൊന്ന്, അവർ കാണിക്കുന്നത് വേറൊന്ന്, തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഡീസൻ്റായിട്ട്, വളരെ ജെന്യൂനായിട്ട്, വളരെ എന്താ പറയുക, നല്ല ക്വാളിറ്റി ആയിട്ടാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നിങ്ങളത് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവ്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ തന്നെ നിഷ്കാമകർമ്മം ചെയ്യാനുള്ളത് നമ്മൾ നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പബ്ലിക്കിന് എത്തിച്ചു കൊടുക്കുക, പുതിയ തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടും ടീച്ചേഴ്സാണല്ലോ. അപ്പോൾ KE കോളേജ് മാന്നാനം കെമിസ്ട്രി ടീച്ചർ. ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിയാനും അവർക്ക് ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു വിശേഷണം, ഞാൻ നേരത്തെ ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ടു, സാറാണ്, ആനയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തുറന്നു തന്നെ പറയാം കേട്ടോ. എൻ്റെ വിശേഷണത്തെക്കുറിച്ച് ഒറ്റ വാക്കി പറഞ്ഞാൽ, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് എൻ്റെ അമ്മ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത്, എനിക്ക് 8 മാസമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അത് മുതൽ എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോൾ അമ്മയ്ക്ക് അഭിമാനമുള്ള രീതിയിൽ കയറണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് എല്ലാ മേഖലയിലും കൈവയ്ക്കും. മിക്കവാറും ഉള്ള ഒരുവിധമുള്ള മേഖലകളിലൊക്കെ കൈവയ്ക്കും.
നമ്മൾ ധർമ്മ അർത്ഥ കാമം എന്നാണ് നമ്മുടെ ഭാരത സംസ്കാരം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗരുഡൻ, ശ്രീകൃഷ്ണ പരുന്താണ് ആ ഗരുഡൻ. അത് വന്നാണ്ടോ എന്ന് വെച്ചാൽ നിമിത്തങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് സിഗ്നൽസ് പ്രകൃതിയെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാം. അതുകൊണ്ട് വിശേഷണങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ കുറേ വിശേഷണങ്ങളുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിനും എൻ്റെ അമ്മയ്ക്കും ഉള്ളതാണ്, എനിക്കുള്ളതല്ല. കാരണം നിവർത്തികേട് കൊണ്ട് നമ്മൾ പഠിച്ചത് കൊണ്ട് കുറേ ഡിഗ്രികൾ കിട്ടി ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് കോളേജ് എന്താണ് അതിന് അർഹതപ്പെട്ട ആൾ തന്നെയാണ്. എൻ്റെ ആഗ്രഹം സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളതാണ്, ആയിരുന്നു. പക്ഷേ എനിക്ക് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ TBGRIയിൽ അവിടെ റിസർച്ചും ഒക്കെ കിട്ടിയതാണ്. പക്ഷേ എങ്ങനെയൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ഒരു ബലമില്ല. ഇപ്പം രാഷ്ട്രീയത്തിൻ്റെയോ സാമുദായിക നേതാക്കന്മാരുടെയോ സംഘടനയുടെയോ ഒന്നും ബാക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലാതെ ദൈവം പിന്നെ ജനങ്ങളും വളർത്തി ഇവിടം വരെ എത്തിയാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങാം സർ. ബിഗ് ബോസിന് മുമ്പുള്ള ലൈഫും ശേഷമുള്ള ലൈഫും സാറിന് എന്തൊക്കെ ഫിസിക്കൽ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തത്? ഇതൊന്ന് നോക്കിയേ. ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് എന്നെ കണ്ട ചില ആൾക്കാർ മാറി കിടക്കും, നാറിയിട്ട് വയ്യ എന്ന് വെച്ചാൽ ഇത്ര ഒരു താടിയൊക്കെ ഉള്ളത് സന്യാസിയെ പോലെയല്ലേ ആണെന്ന്. ഇവിടം വരെ ഒരു വലിയ താടി, ഒരു ഗ്രേസ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഒരു ഐശ്വര്യമുള്ള താടിയൊക്കെ തന്നെയാണ്. ഇവിടം വരെ ഒരു താടിയൊക്കെ ഉണ്ട്. എന്നാലും ചിലർക്ക് ഈ താടിയുടെ അടുത്ത് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. പിന്നെ കുറച്ച് പേർക്ക് ഇങ്ങേർക്ക് 19 വയസ്സൊക്കെ ഉണ്ട്, വയസ്സിനാണ് ഇങ്ങനെ വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നത്, അങ്ങേർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ജീൻസും മറ്റ് ഇഷ്യൂസും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്കൊക്കെ എതിർത്ത് പറയാറുണ്ട്. പക്ഷെ ഈ ആളാണ് എന്ന് ഇപ്പോഴും ചിലർക്ക് പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണോ ആള്? അപ്പം അതെങ്ങനെ വന്നു, ഇതെങ്ങനെ വന്നു എന്ന് പറയുന്നത്. അപ്പം ബിഗ് ബോസിന് മുമ്പുണ്ടായിരുന്ന ആ രൂപം അപ്പം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് വന്നപ്പം കുറച്ചുകൂടെ എന്താ പറയാ നേരത്തെ സുന്ദരനാണ് കേട്ടോ, ആ തടിയിൽ സുന്ദരനാണ്. നിങ്ങൾ മാത്രം അങ്ങനെ സുന്ദരനല്ലേ, സൗന്ദര്യത്തോട് നടന്നപ്പോഴല്ല നമ്മുടെ പുതിയ തലമുറയിലും കൂടെ. അപ്പം പുതിയ കുട്ടികളുമായിട്ട് പുതിയ തലമുറയായിട്ട് കൂടുതൽ അടുക്കാൻ ബിഗ് ബോസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ഈ വേഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് രേത്തേട്ടനല്ല, നമ്മുടെ സ്വന്തം ആളല്ലേ, മീൻസ് അവരുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെയാണ്. ഇപ്പം മാഹി ചെന്നാലും കോഴിക്കോട് ചെന്നാലും മൂന്നാറിൽ പോയാലും എവിടെ ചെന്നാലും അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ ഓടി വരുന്നത്. അവർക്ക് വേറെ ഒരു ഇൻഹിബിഷൻ ഇല്ല. ഓടി വരിക, ചേട്ടാ ഒരു സെൽഫി, അല്ലെങ്കിൽ അത്രയും ഭയങ്കര അല്ലെങ്കിൽ കയറിയിട്ട് പോകാൻ ചായ കുടിച്ചിട്ട് പോകാന്ന് പറയും. അപ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ട്. മറ്റേ താടി വെച്ചിട്ട് അങ്ങനെ എല്ലാവരും വരില്ല, വിളിക്കുകയില്ലായിരുന്നു. കുറേ പേര് കുറച്ച് ഗ്യാപ്പ് ഇട്ടേ നിൽക്കത്തുള്ളൂ. പുള്ളി ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് മോളെ തുടക്കത്തിൽ റെസ്പെക്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ര റെസ്പെക്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തറവാട് റിസോർട്ടിന്റെ 120 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് കേട്ടോ. ഇത് ആദ്യം നമ്മുടെ ഈ റിസോർട്ടിന്റെ ഓണറുടെ തറവാടായിരുന്നു. അതിനുശേഷം അവരിത് റിസോർട്ട് ആക്കിയതാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണിത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ആംബിയൻസ് ആണ്. റിസോർട്ടിനെ ഭംഗി കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. സാറ് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം സാറിനോട് ചോദിക്കാം. റിസോർട്ട് മാത്രമല്ല ഭംഗി കേട്ടോ, സുഷ് ഫാമിലി ഭയങ്കര ഭംഗിയാണ്. ഞാൻ 2 വട്ടം പറഞ്ഞു തോന്നുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു മാച്ചിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. നല്ല ഫാമിലി ആണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറ്. അതുകൊണ്ട് പറഞ്ഞു തുറന്ന് കയറാൻ പറ്റൂലേ. 140 വർഷം, എത്ര 120 വർഷം പഴക്കമുള്ള റിസോർട്ടാണ്. നന്നായി. അതൊക്കെ നമ്മുടെ പൈതൃകങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ സർ? സാറ് പല ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു കോമൺ മാൻ ആണ്, എനിക്ക് അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സാർ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. അപ്പം സാറിന് ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം എന്തായിരുന്നു ഈ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായും. അപ്പം എനിക്ക് ലൈഫിൽ സന്തോഷം തന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എത്ര ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് എൻ്റെ ഈ താടി ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ലോകരാജ്യങ്ങൾ പലതും UAE GCC കംപ്ലീറ്റ് കൗൺസിലിംഗ് ഷോകൾ നടത്താൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സൗദി അറേബ്യ, ഖത്തർ, എല്ലാം മലയാളി അസോസിയേഷൻസ്, അതുപോലെ തന്നെ സംഘടനകൾ, പ്രവാസി കൂട്ടായ്മ, അവരെ കൊണ്ടുപോകാം. അപ്പോൾ ഇതിലെല്ലാം കുറേശ്ശെ പൈസ കിട്ടും, കുറേശ്ശെ. അങ്ങനെ എല്ലാം കൂടെ
ഒത്തൊരുമിച്ച് കിട്ടിയ ഒരു പൈസ എന്ന് പറയുന്നത് ഏകദേശം അന്ന് മീൻസ് ഒരു 10 വർഷം മുമ്പാന്ന് തോന്നുന്നു. ഏകദേശം 1,49,000 ഒരു 65,000 അത്രയും എന്ന് വെച്ചാൽ 1.5 ലക്ഷത്തോളം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് കൊണ്ടുവന്ന് കൊല്ലത്ത് പത്തനാപുരത്ത്, ഇത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലാത്തൊരു മറ്റൊരു സീക്രട്ട്. അപ്പോൾ ഏറ്റവും സന്തോഷം കിട്ടി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പറയാം, പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഗാന്ധി ഭവനിൽ പോകണം, ഒക്കെ നോക്കണം. ആയിരക്കണക്കിന് അമ്മമാര് അച്ഛന്മാർ അവിടെ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവരുടെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ അവരുടെ വേദനയും അവരുടെ അവസ്ഥയൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ് ആ സംഗതി പറഞ്ഞത്. പിന്നെയാണ് പത്മശ്രീ എം എ യൂസഫ് അലി സാറ് 6-7 കോടി രൂപ കുറേ നല്ല എമൗണ്ട് കൊടുത്തിട്ട് അവിടെ വലിയൊരു ഫ്ലാറ്റ് കെട്ടിടമൊക്കെ കിട്ടിയത്. പക്ഷെ അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ച കണക്ക് എൻ്റേതായ ഒരു കുഞ്ഞ് എമൗണ്ട് അത് അന്ന് ഞാൻ പലയിടത്തുനിന്നും കിട്ടിയത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്ത്, അപ്പോഴാണ് ഞാനും ഈ സമൂഹത്തിൽ എന്താ പറയുക ഒരു അസറ്റല്ല കേട്ടോ, അസറ്റാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്തതാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന പേരിന് ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സമൂഹത്തിൽ നല്ല ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്, കുറേ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ പറച്ചിൽ കുറച്ചു, പ്രവൃത്തി കൂട്ടി. സാറ് ഫുഡിയാണോ? ആരെയും കണ്ടാ പറയില്ല. എന്നെ കണ്ടാ ഫുഡി എന്ന് പറയോ? ഇല്ല, പറയില്ല. ഞാൻ ഫുഡിയല്ല. എന്നാലും ഇഷ്ടപ്പെട്ട ഭക്ഷണം വേറെ ഒന്നും കൊണ്ട് പറയല്ലേ, സത്യസന്ധമായി പറയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ചമ്മന്തിയും ചോറും. കാരണം എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ കുറച്ച് കറിയും ആഹാരവും മാത്രമേ വെപ്പിക്കുള്ളൂ. കാരണം അമ്മ ജോലിക്കും പോയി ആഹാരം വെക്കണം, പിന്നെ വീട്ടിലും വന്ന് വെക്കണം. അതുകൊണ്ട് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല രസമാണ്. പുട്ടാണ്, ഫുൾ ടൈം പുട്ടാണ്. രാവിലെ പുട്ട്, രാത്രിയും പുട്ട് കിട്ടിയ പുട്ട്. കാരണം അമ്മയ്ക്ക് എളുപ്പം ഉണ്ടാക്കാൻ സൗകര്യമാണ്. അതുകൊണ്ട് പുട്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് വന്നത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അപ്പവും ദോശ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടാക്കി തരാൻ ആളില്ല എന്നുള്ള ഒന്നുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓക്കെ. അതിൽ ചോറിലേക്ക് വരുമ്പം എനിക്ക് ചോറും ചമ്മന്തിയും ഇഷ്ടം. പിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി ചോദിച്ചാൽ ഉള്ളിലൊരു ഉള്ളിത്തീയൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മയോട് ഞാൻ പറയാറില്ല, കാരണം ഇത് അത്രയും കുത്തിപ്പൊളിക്കണ്ടേ, ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഉള്ളിത്തീയൽ കിട്ടുകയാണെങ്കിൽ ചാടി വീഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത്തീയൽ. ചോറും ചമ്മന്തിയും, അതും മാങ്ങ വെച്ച ചമ്മന്തിയൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ വായിൽ വെള്ളം പോയി കണ്ടോ, ആ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഫുഡി അല്ല, കൺട്രോൾ ചെയ്ത് തന്നെ പോകുന്നത്. സാർ എങ്ങനെയാണ് ഇപ്പോൾ സാറിന് ഈ ആരോഗ്യം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, എന്നാൽ വേറെ ഒന്നും ഉണ്ടല്ല. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ ആഹാരം കൊണ്ടുവയ്ക്കുമ്പോൾ ഇപ്പം പല വീടുകളിലും എന്നെ വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കെന്ന് പറയുന്നത് അവരുടെ സഹോദരങ്ങൾ അപ്പം എനിക്ക് എല്ലായിടത്തും വെൽക്കമാണ്, അറിയാമല്ലോ. മുസ്ലിം സഹോദരങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും, ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ വീട്ടിലാണെങ്കിലും, ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടിലാണെങ്കിലും, ഇനി സിഖും ജൈനനും പാഴ്സി ഏതുണ്ടെങ്കിലും എല്ലായിടവും നമുക്ക് വെൽക്കമാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു ഫുഡ് കൊണ്ട് ഇങ്ങനെ നിരത്തുമ്പോൾ ഞാൻ ആദ്യം ഈ ഫുഡിലേക്ക് നോക്കും. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, കിട്ടുന്നതെല്ലാം തട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ജ്ഞാനത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതെല്ലാവരും ഓർത്തോണം. നമുക്ക് ഡിവൈൻ നോളജ് എന്ന ജ്ഞാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കണ്ണിലൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇത് എണ്ണയിലിട്ട് ഒരുപാട് വറുത്തതാണ്, മറ്റത് കടന മാറിയ എണ്ണയുള്ളതാണ്, ഇത് പേസ്ട്രി കൂടുതലാണ്, കേക്കിൻ്റെ സമയത്ത് വരുമ്പോൾ അത് കൂടുതലാണ്, ഇത് ഗ്യാസ് ഉണ്ടാകുന്നതാണ്, ഇത് ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നമ്മൾ ഫുഡിലേക്ക് ഇങ്ങനെ നോക്കി വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ 90% കഴിച്ചാൽ ശരീരത്തിന് പണി കിട്ടുമെന്ന്. പക്ഷെ ഇതെല്ലാം കണ്ണു അടച്ചുകൊണ്ട് കഴിക്കുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ ചിലർക്ക് പണി കിട്ടാറുമുണ്ട്. പിന്നെ ടാബ്ലറ്റും കൂടെ അടിച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലേ? പക്ഷെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ നിന്ന് വളരെ ചൂസ് ചെയ്യണം, ഭയങ്കര സെലക്റ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അത് എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം, ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല, വളരെ സെലക്റ്റീവായിട്ട് എടുക്കും. ഇനി വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കും. അല്ലാതെ പുറത്തുനിന്നുള്ള എണ്ണയുള്ള സാധനങ്ങൾ എനിക്ക് വട ഭയങ്കര ഇഷ്ടമാണ്, ഉഴുന്നുവട. പക്ഷേ അതിലെ എണ്ണ ചിലയിടത്തുള്ളത് റീസൈക്ലിംഗ് എന്ന് വെച്ചാൽ ഇന്നലെ വറുത്തേ തന്നെ ഇന്നും വറക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡും അതിനകത്ത് ഒരുപാട് കെമിസ്ട്രി അല്ലേ, അപ്പോൾ അത് മാറുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് അതിൽ നോക്കി കുടിച്ചിറക്കി അങ്ങ് പോവുക, കാരണം ജീവിക്കണ്ടേ. സർ, ബിഗ് ബോസിന് ശേഷം ഇതുപോലെ നമ്മൾ യൂട്യൂബ് ചാനലിൽ പല ഇന്റർവ്യൂസിലായിട്ട് ഇങ്ങനെ തമ്മിലൊക്കെ കൊടുത്തിരിക്കുന്ന കണ്ടു. സാറ് മോഹൻലാലുമായിട്ട്, അതായത് നമ്മുടെ ലാലേട്ടനുമായിട്ട് പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു. അത് ഗോസിപ്പാണോ അല്ലെങ്കിൽ അതിൽ എത്രത്തോളം വാസ്തവികത ഉണ്ടെന്നൊന്ന് പറയാമോ? ആക്ച്വലി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10-50 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, മിമിക്രി, മോണോ ആക്ട്, നാടകം, മൈം,
യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റി. ഞാനും മനു വർമ്മ, താര കല്യാൺ ഞങ്ങളൊക്കെ ഒരു ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറേ ചെയ്ത് കയറിപ്പോകാൻ പറ്റി. എനിക്ക് ഈ പുറകിലാരും സഹായിക്കാൻ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും നടന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നല്ല ആക്ടർ ആകണം, നല്ല ഒരു അഭിനേത എന്ന പേരൂടെ എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള എന്നെ സംബന്ധിച്ച് ലാലേട്ടനോടൊപ്പം ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 12 കോടി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കുന്ന ഒരു അതുപോലെ. മലയാളത്തിലെ മുൻനിര നടന്മാരോടൊപ്പം മഞ്ജുവിനോടൊപ്പം ഒക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം നമുക്ക് കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ബിഗ് ബോസിൽ വെച്ചിട്ട് ലാലേട്ടനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ നമുക്കിപ്പം ലാലേട്ടൻ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ വാക്കുകൾക്ക് അതീതമാണ്. നമ്മളിപ്പോൾ ലാലേട്ടനോടൊപ്പം മമ്മൂക്കയോടൊപ്പം ഇവരോടൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം ബിഗ് ബോസിൽ ലാലേട്ടനോടൊപ്പം അടുത്ത് നിൽക്കാൻ ഭാഗ്യം കിട്ടി. ആ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലായിരിക്കും. അവർക്ക് ചുറ്റും ഒരു പ്രത്യേക ഓറയാണ്. അപ്പം അതൊരു പ്രത്യേക ഒരു പ്രത്യേക അനുഭൂതിയാണ്. അത് വാക്കുകൾക്കപ്പുറമാണ്. അത് കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ലാലേട്ടൻ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പോകുന്ന 2 സിനിമയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ലാലേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത വരും സിനിമകളിൽ നമുക്ക് 1-2 ചെയ്യാം. നന്നായി ചെയ്യുമെന്നുണ്ടെങ്കിൽ കൂടുതൽ നോക്കാം. ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് 1-2 സിനിമകളിൽ അടുത്ത് ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നോക്കാം എന്ന് ലാലേട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം എന്തായാലും പാലിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ വരുമ്പോൾ വരട്ടെ, മറ്റുള്ളവർ തരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിപ്പം ചിലത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരാഗ്രഹം പൊളിഞ്ഞു. നേരത്തെ പറഞ്ഞ ജയസൂര്യ മാഷിനോടൊപ്പം ചെയ്തപ്പം നാദിർ ഷെയ്ഖ അവിചാരിതമായി ഒരു ദിവസം നാദിർ ഷെയ്ഖ, ഇത് ഇതുവരെയ്ക്ക് എങ്ങും പൊട്ടിക്കാത്തൊരു പുതിയ ന്യൂസാണ്. നാദിർ ഷെയ്ഖ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വേഷമുണ്ട്, പക്ഷെ വില്ലനാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പറ്റുമോ എന്ന് ചോദിച്ചു. അവൻ നാദിർ ഷെയ്ഖയോട് പറഞ്ഞ ഇങ്ങനെയാണ്, ഇക്കയുടെ സിനിമയിൽ നെഗറ്റീവല്ല, ഇനി എന്ത് സംഭവം ഉണ്ടെങ്കിലും ശരി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺട്രവേഴ്സിയായ ഒരു സിനിമയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈശോ. ബാക്കിയൊന്നും ഞാൻ പറയില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഈശോയിലെ ഒരു കുഞ്ഞു വില്ലനാണ് ആ സാധനം. അപ്പോൾ ജയസൂര്യ മാഷിനോടൊപ്പം അടുത്ത് സഹകരിക്കാൻ പറ്റി. ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ ഭയങ്കര ബഹുമാനത്തോടെ വെളിയിലൊക്കെയാണ് നിന്നത്. അദ്ദേഹം തന്നെ ജയസൂര്യ മാഷിനെ തന്നെ ക്യാരവനകത്തേക്ക് വിളിച്ചു വരുത്തി. ഞാൻ എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഇനി വരുന്ന വർക്കുകളിലൊക്കെ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ തരണേന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷേ ലാലേട്ടൻ അത് ഉറപ്പായി ചെയ്യും. അതുപോലെ തന്നെ ഇവരൊക്കെ മുൻതിരിയിൽ നിൽക്കുന്നവരൊക്കെ പറഞ്ഞ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അപ്പം അങ്ങനെ ജയസൂര്യ മാഷിനോടൊപ്പം ഒരു ഫിലിം ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന മാർച്ചിൽ മിക്കവാറും റിലീസ് ചെയ്യും. അത് ആണ് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പം ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമ. അതൊരു സെൻട്രൽ ക്യാരക്ടറാണ്, അതൊരു നല്ല സംഭവമാണ്. മൂന്നാമത് ഒരു ഫിലിം കൂടെ ചെയ്തിട്ടുണ്ട്. ആ സാധനം എന്ന് പറയുന്നത് പാഞ്ചാലി AD 2021 എന്നാണ്. അപ്പോൾ അത് സ്ത്രീകൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഷാൻസി സലാം എന്ന് പറയുന്നത്, നേരത്തെ സ്വപ്നസുന്ദരി KJ ഫിലിപ്പ് എന്ന് പറയുന്ന സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം +2 സാറാണ്, നമ്മുടെ തന്നെ ഗണത്തിൽ വരുന്ന അധ്യാപക കൂട്ടത്തിൽ വരുന്ന സാറാണ്. ഇത് ഷാൻസി സലാം എന്ന് പറയുന്ന വനിത, ആദ്യത്തെ വനിത പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു, ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നു. അന്ന ഏഞ്ചൽ എന്ന് പറയുന്ന കൊച്ചാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഒരു സ്ത്രീ കൂടെ ചേർന്നിട്ടാണ്. പാഞ്ചാലി AD 2021. പഴയ പാഞ്ചാലി പാവമായിരുന്നല്ലോ, ഇപ്പോഴത്തെ പാഞ്ചാലി എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. അതിനൊരു സൂപ്പർ വില്ലനാണ് കേട്ടോ. ഈ ബിഗ് ബോസ് വെച്ച് ഞാൻ വെറും പാവമില്ല, വില്ലത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ വില്ലനാണ്, ഡബിൾ ഫിഗറിലുള്ള വില്ലൻ. ബാജി സീനിയറും ബാജി ജൂനിയറും എന്ന് പറയുന്ന തരത്തിൽ. അത് ഞാൻ വളരെ ചെയ്ത വർക്ക്, നല്ല ഒരു സുഖമുള്ള വർക്കാണ്. പക്ഷെ കുറച്ച് ഈ പറഞ്ഞ കണക്ക് വില്ലൻ്റെതായ കുറച്ച് പണി, നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് തന്നാലും ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിൽ പെർഫെക്ഷൻ വരുത്തണം. മാക്സിമം പെർഫെക്ഷൻ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഏരിയകൾ പെർഫെക്ഷൻ ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് കൂട്ടാൻ ശരിയാവത്തില്ല, അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ അനൗൺസ് ചെയ്യുന്ന വേറെ 2 സംഭവങ്ങളൂടെ ഉണ്ട്. അതിനും കൂടെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പം മൂന്നാറിൽ ഞാൻ പോയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ ഇക്കയുടെ മാനേജർ ജോർജ് സാറ് പ്രൊഡ്യൂസ് ചെയ്ത് മനീഷ് ബാബു സാറ് ഡയറക്റ്റ് ചെയ്യുന്ന
നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, മാളവിക ഇവരഭിനയിക്കുന്ന ശിവരാത്രി എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. പക്ഷേ അത് 13-ാം രാവ് വേറൊരു പേരിലേക്ക് വരും. എന്നാലും മനീഷ് ബാബു സാറ് സംവിധാനം ചെയ്യുന്ന ഒരു ഫിലിമുണ്ട്. അത് നല്ലൊരു വേഷമാണ്. വില്ലനൊന്നും അല്ല, നല്ല സിമ്പിൾ നല്ല ഒരു വേഷം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വർക്കെന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാകുന്ന ഒരു വർക്കാണ്. പക്ഷേ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അതെന്തുകൊണ്ട് അഭിമാനം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം അഭിമാന സ്തംഭമായ ലോക മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മയ്യഴിയുടെ സ്വന്തം പുത്രൻ ആരാണ്? എം മുകുന്ദൻ സാറ്. എം മുകുന്ദൻ സാർ ആദ്യമായി സിനിമാ തിരക്കഥ എഴുതിയ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന സിനിമ, അത് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മലയാളികളിൽ അടുത്ത അഭിമാന സ്തംഭമായ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ച ഹരികുമാർ സാറാണ്. കേട്ടിട്ടില്ലേ? ഹരികുമാർ ഡയറക്ടർ. അപ്പോൾ ഡയറക്ടർ ഹരികുമാർ സാർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എം മുകുന്ദൻ സാറ് തിരക്കഥ എഴുതി. ഷാജി പട്ടിക്കര എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള, വെഞ്ഞാറമൂട് സുരാജ് നായകനായിട്ടുള്ള, ആൻ അഗസ്റ്റിൻ നായികയായിട്ടുള്ള കുറേ പേരുണ്ട് അതിനകത്ത് ആൻ അഗസ്റ്റിനുമായിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷെ നെഗറ്റീവാണ്. പക്ഷെ ഹരികുമാർ സാറും ഹാപ്പിയാണ്. എം മുകുന്ദൻ സാറ് സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എം മുകുന്ദൻ സാറുമായിട്ട് ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല ഫോട്ടോ, അപ്പോൾ കിട്ടും. സാറും ഹാപ്പിയാണ്. അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്ന അളകപ്പൻ സാറാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാമറാമാനായ അളകപ്പൻ സാറ്. ദൂരദർശൻ്റെ ഒക്കെ ആയിരുന്നു ഒരുപാട് ഫിലിമുകൾ ചെയ്ത് പഴക്കവും തഴക്കവും വന്ന് അളകപ്പൻ സാറാണ്. സാറും ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരനല്ലേ, പക്ഷേ ഈ ലെജൻസ് എന്ന് വെച്ചാൽ ഈ ലെജൻസുമായിട്ട് ഈ ഡിസംബറിൽ ഇപ്പോൾ ഈ സമയങ്ങളിൽ അവരുമായിട്ട് കൂടിച്ചേർന്ന് ഒരു ചെറിയൊരു വേഷമാണ്. പക്ഷെ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇത്തിരി ഞെട്ടിക്കുന്ന വേഷം തന്നെയാണ്. പലരും ഞെട്ടും. അപ്പം അങ്ങനെ ഒരു സാധനം സുഷ് ഫാമിലി വീഡിയോയിലൂടെ ഞാൻ പുറത്തു വിടുന്നു. ഇതുവരെയ്ക്ക് ഞാനത് പുറത്തു വിട്ടിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ആദ്യമായിട്ട് ഞാനത് പറയുന്നത്. കാരണം നമുക്ക് അവസരം തരുന്ന സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ വേണമല്ലോ, അതും വിജയിക്കണമല്ലോ. പക്ഷെ അത് ക്യാരക്ടർ എന്തൊക്കെയാന്നൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവർ പറയുമ്പോഴേ നമുക്കത് പറയാനുള്ള റൈറ്റ് ഉള്ളൂ. പക്ഷെ ഇത് ചെയ്തു, ഈ സാധനം ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് മമ്മൂക്ക എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. സാറാണെങ്കിലും മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്. ബാക്കി മുൻനിര യുവതാരങ്ങളൊക്കെ തന്നെ നമ്മളെയും കൂടെ ചേർക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ പകുതി മുക്കാലും എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണ്ട, എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ട, കുടുംബത്തിന് കൊടുക്കണ്ട. ഇപ്പോൾ കുറച്ച് വക്കീലന്മാർക്ക് കുറച്ച് പോകുന്നുണ്ട്. നമുക്ക് ഈ അനാവശ്യമായ കള്ള കേസുകൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും എല്ലാം അറിയാമെന്നുള്ള ഈ വക്കീൽമാർ തന്നെ പറഞ്ഞു കള്ളക്കേസാണ്. പക്ഷേ എന്നാലും അവർക്ക് ഫീസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കിട്ടുന്ന പണത്തിൻ്റെ മുക്കാലും ചാരിറ്റി തന്നെയാണ്. കിരൺ നേരത്തെ പറഞ്ഞ കണക്ക് സോഷ്യൽ സർവീസ് തന്നെയാണ്. അതുകൊണ്ട് വൃദ്ധസദനങ്ങളെയും പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും വലിയേട്ടനല്ലേ, ഒരു അനിയത്തി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊരു ഒരു ഏട്ടത്തിയമ്മയുടെ ആവശ്യമുണ്ട്. എന്നാലും ഒരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ?